ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് വനിതാ വിംഗ് ജില്ലാ പോലീസ് മേധാവിക്ക് നിവേദനം നൽകി. ജില്ലാ ആസ്ഥാന മേഖലയിൽ ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാൻ മഫ്തിയിൽ ഉൾപ്പെടെ പോലീസിന്റെ സേവനം നിർബന്ധമാക്കണമെന്ന് വനിതാ വിംഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 മാസങ്ങളായി ചെറുതോണി ടൗൺ കേന്ദ്രീകരിച്ച് കൗമാരക്കാരും യുവാക്കളും ഉൾപ്പെടുന്ന സംഘം ലഹരിയുടെ സ്വാധീനത്തിൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രവർത്തനങ്ങളിൽ വ്യാപകമായിരിക്കുകയാണെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മൂലം സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള സാധാരണ ജനങ്ങൾക്കും വ്യാപാരികൾക്കും സുരക്ഷാ ഭീഷണി നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. അംഗങ്ങളിൽ നിന്ന് ഒപ്പുകൾ ശേഖരിച്ച ശേഷമാണ് വനിതാ വിംഗ് പ്രവർത്തകർ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിന് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഷയം അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ DYSPക്ക് നിർദ്ദേശം നൽകി. ചെറുതോണി ടൗണിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിക്കുന്നത് എന്നും കുറ്റകൃത്യങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകളിൽ നിരന്തര നിരീക്ഷണം ഏർപ്പെടുത്തി ലഹരി ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടതായി വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ആഗ്നസ് ബേബി പറഞ്ഞു. പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഒത്തിരി കുട്ടികളുടെ ഭാവി അവതാളത്തിലാകുന്നുണ്ട്. ഒപ്പം ആ പോസ്റ്റ് ഓഫീസ് പോണക്കുള്ള ആ ഭാഗത്തെ താമസക്കാർക്ക് ഇന്നെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് താമസിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ഒന്നും താമസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ് വന്നിരിക്കുന്നത്. കാരണം ഭയങ്കര ബഹളമെന്നായിരുന്നു. രാത്രി മുഴുവനും ഒച്ചപ്പാടും തെറിയും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ്. നമുക്കവിടെ മുന്നോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ തന്നെ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.